ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ശരണ്യയും കൂട്ടുകാരൊക്കെ കൂടെ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ്. അപ്പോഴേക്കും പ്രകാശൻ പെണ്ണിൻ്റെ വീട്ടുകാരെയും കണ്ട് ഞെട്ടലോടുകൂടെ തന്നെ ഇങ്ങനെ നിൽക്കുക. ദേ ഞാൻ പറഞ്ഞില്ല സാറേ, ദേ വരുന്നു പെണ്ണ്. അപ്പോൾ മൂങ്ങ എൻ്റെ പൊന്നേ, മഹാലക്ഷ്മിയെ പോലെ ഉണ്ടല്ലോ പെണ്ണ് എന്നും പറഞ്ഞ് നോക്കുക. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, എൻ്റെ കൊച്ചുമോൻ വെറുതെ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കില്ലല്ലോ, അവന് പറ്റിയ പെണ്ണ് തന്നെ മിടുക്കി എന്നും പറയുക. അപ്പോൾ രതീഷ് പിന്നെ ഭയങ്കര പിടിക്കുക എന്നും പറഞ്ഞങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും രജിസ്റ്റർ ഓഫീസർ ശരണ്യയോട് ചോദിക്കുക, മോളെ നീ ഇവനെക്കുറിച്ച് അന്വേഷിച്ചിട്ടൊക്കെ തന്നെയാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? അതെ സർ, ഞാൻ വിക്രത്തെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കുക മാത്രമല്ല, സത്യത്തിൽ വിക്രത്തിനോട് ഇഷ്ടം തോന്നിയതും എനിക്ക് തന്നെയാണ്. ഞാനാണ് വിക്രത്തെ പ്രപ്പോസ് ചെയ്തതും. ആണോ? ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഡോക്ടറും എൻജിനീയറും ഒന്നും വേണ്ട, ഇതുപോലുള്ള കള്ളന്മാരെ മതി. എന്തായാലും നമുക്കൊരു പ്രശ്നമില്ല, ഈ കല്യാണം നടക്കട്ടെ. എന്ത് രസം എൻ്റെ മരുമോളെ കാണാൻ, രാജകുമാരന് പറ്റിയ രാജകുമാരി എന്നും. അത് കേട്ടതും രതീഷ്, ഇയാൾ ഇതുവരെ വിട്ടില്ലേടി, രാജകുമാരനാണ് പോലും, പേരും കള്ളനാവൻ, അല്ലാണ്ട് ഇവൻ രാജകുമാരനാണെന്ന് പറഞ്ഞാലേ ആരെങ്കിലും തലക്കിട്ടടിച്ച് കൊല്ലും. എന്നാൽ പിന്നെ ഇനി അധികം വെച്ച് താമസിപ്പിക്കുമെന്ന് വേണ്ട, രണ്ടുപേരും താലിയൊക്കെ ചേർത്തി സൈനൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് വീട്ടിലോട്ട് പോയിക്കോ എന്നും രജിസ്റ്റർ ഓഫീസർ പറയുക. അത് കേട്ടതും താലിയെടുത്ത് പ്രകാശൻ കൊടുക്കുകയാണ് വിക്രത്തിൻ്റെ കയ്യിൽ. താലി മേടിച്ച് ശരണ്യയുടെ കഴുത്തിൽ വിക്രം കെട്ടുകയും ചെയ്തു. അതിനുശേഷം രണ്ടുപേരും മാലയിട്ട് കഴിഞ്ഞ് സൈൻ ചെയ്ത് കഴിഞ്ഞ് സാക്ഷികളും ഒപ്പിട്ടു. അപ്പോൾ രതീഷും കാദംബരി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഈശ്വര, ഇതൊക്കെ സത്യം തന്നെയാണോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ മൂങ്ങ, എൻ്റെ ഭഗവതി, എല്ലാം മംഗളമായി നടന്നു, സന്തോഷമായി. ഇത്രയും നേരം മനസ്സിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, സ്വാതിയെ പോലെ ഈ കല്യാണം വെറും പറ്റിക്കലാണോന്ന്. അപ്പോൾ രജിസ്റ്റർ ഓഫീസർ, ശത്രുക്കളൊന്നും വന്നില്ല, കല്യാണം മുടക്കാൻ ഇപ്രാവശ്യം ആരും വരാതിരുന്നതുകൊണ്ട് കല്യാണം നല്ല അസലായിട്ട് നടന്നു, സന്തോഷമായി. അല്ല പ്രകാശ, ഇനി സദ്യയൊന്നുമില്ലേ? എന്തോന്ന് സദ്യ സാറേ? അല്ലെങ്കിലും ഈ കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും വിളിച്ച് സദ്യ കൊടുക്കുന്നതിലല്ല പ്രാധാന്യം. കല്യാണം കഴിഞ്ഞാൽ പെണ്ണും ചെറുക്കനും സന്തോഷത്തോടെ ജീവിക്കണം, അതിലാണ് പ്രാധാന്യം. അതച്ഛൻ പറഞ്ഞത് ശരിയാ. എന്തായാലും എനിക്കത് ഒത്തിരി ഇഷ്ടമായി അച്ഛാ. കല്യാണം കഴിഞ്ഞാൽ സദ്യ കൊടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. എന്തായാലും ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും, നോക്കിക്കോ. അത് കേട്ടതും രജിസ്റ്റർ ഓഫീസർ രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ് പറയുക. ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞതും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയതും പ്രകാശൻ രജിസ്റ്റർ ഓഫീസറോട്, അതെ എൻ്റെ മോനായതുകൊണ്ട് പൊങ്കച്ചൻ പറയുകയാണെന്ന് വിചാരിക്കല്ലേ സാറേ, എൻ്റെ മോനെ രാജകുമാരനാ, എവിടെ പോയാലും ആരും അവനെ കുറ്റപ്പെടുത്തില്ല, ഞാനവനെ വളർത്തിയതേ അതുപോലെ. രാജകുമാരന് രാജകുമാരിയെ കിട്ടിയത് സാറ് കണ്ടതല്ലേ? കണ്ടു. എന്നാൽ ശരി സാറേ, വരട്ടെ. ശരി പ്രകാശ. അത് കേട്ടതും പ്രകാശം പുറത്തേക്ക് വന്നത് രജിസ്റ്റർ ഓഫീസർ, എൻ്റെ ദൈവമേ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ നാട്ടിൽ ഇതുപോലെ കുറേ ഉണ്ട്. എവിടെ നിന്ന് വരണടേ ഇവനൊക്കെ എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പുറത്ത് നിന്ന് എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രതീഷിനെയും കാദംബരിയെയും അടുത്തേക്ക് വിളിക്കുക. നിങ്ങളും കൂടെ വന്ന് നിൽക്ക്. വേണ്ട ഞങ്ങളില്ല എന്നും രതീഷ്. അത് കേട്ടതും എന്നാൽ ഞാനും പോകുന്നില്ല രതിയേട്ടാ, പിന്നെ ഇവനൊക്കെ ഒരു കല്യാണത്തിൻ്റെ കുറവേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കാദംബരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ രണ്ടമ്മമാരും കൂട്ടുകാരും ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. എല്ലാവരും ഫോട്ടോ എടുത്തതിന് ശേഷം വിക്രം പ്രകാശൻ്റെ കാൽക്കലിൽ വീണ് അനുഗ്രഹം മേടിച്ചു. അതിനുശേഷം വിക്രം പ്രകാശനെ നോക്കിയിട്ട്, അച്ഛാ പോയിട്ട് വരട്ടെ അച്ഛാ, പോയിട്ട് വാ മക്കളെ. അപ്പം കൂട്ടുകാർ, സാധാരണ കല്യാണം കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടുകാരാണ് ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് അയച്ചു വിടേണ്ടത്. ഇതിപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാരായല്ലോ. അത് പിന്നെ എന്ത് ചെയ്യാനാടാ മക്കളെ, ഞങ്ങൾക്കിപ്പോൾ നേരം ശരിയല്ല, കഷ്ടകാലമാണ്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആയിപ്പോയത്. എന്തായാലും എൻ്റെ മോന് രാജയോഗം ഉള്ളതുകൊണ്ട് അവനെങ്കിലും രക്ഷപ്പെടട്ടെ. മോളെ, ഇവനെ ഉള്ളം കൈ കൊണ്ട് നടന്ന് നോക്കിക്കോളാം, ഇവനൊരു കുറവും ഉണ്ടാവാൻ പാടില്ല, ഇവൻ എവിടെ പോയാലും ഞങ്ങളെ മറക്കില്ല, അത്രയ്ക്ക് സ്നേഹം കൊടുത്താൽ ഇവനെ ഞങ്ങൾ വളർത്തിയിട്ടുള്ളത്, കേട്ടോ എന്നൊക്കെ. അച്ഛൻ പേടിക്കൊന്നും വേണ്ടച്ചാ, ഇവനെ ഞാൻ പൊന്നു പോലെ നോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ശരണ്യാണ് കേട്ടോ വിക്രത്തെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകാനൊരുക്കുന്നത്. കാറി കയറിയത് മൂങ്ങ, എൻ്റെ ഭഗവാനെ, സമാധാനമായി, സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഒരു കാറിൽ കയറി പോയി കഴിഞ്ഞതും പ്രകാശൻ, 2 ദിവസം കഴിയുമ്പോൾ അവർ വിരുന്ന് വരും. അതെ,
വിരുന്ന് വരുമ്പോൾ സദ്യ വിളമ്പാനൊക്കെ സ്വന്തം വീട് കണ്ടെത്തണം, അല്ലാതെ ഞാൻ വാടക കൊടുക്കുന്ന എൻ്റെ വീട്ടിലേക്ക് അവനെ ഒന്നും വിളിച്ചുകൊണ്ട് വരണ്ട. ദേ എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നേ, നിന്നോട് ഞാൻ എന്ത് തെറ്റാടാ ചെയ്തത് എന്നും ചോദിച്ച് പ്രകാശൻ. അത് കേട്ടതും നിങ്ങളൊരു തെറ്റും ചെയ്തില്ലല്ലേ, നിങ്ങളല്ലെങ്കിൽ ഇങ്ങനെ പറയൂ, നിങ്ങളുടെ മോൻ ഇപ്പോഴും നിങ്ങൾക്ക് രാജകുമാരൻ, അവൻ എന്ത് തെറ്റ് ചെയ്താലും അവനെ തലേ കയറ്റി വെച്ചുകൊണ്ട് നടക്കും. ആ ദേ ഒരു കാര്യം ഞാൻ പറയാം, എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, അവനെയും കൂട്ടി നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരാൻ നിൽക്കണ്ട. അത് കേട്ടതും എടാ ലോകത്ത് എല്ലാ അച്ഛന്മാർക്കും നാണക്കേടാടാ നിന്നെ പോലെയുള്ള മരുമകനുണ്ടെങ്കിൽ. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ, എനിക്കതൊരു കുഴപ്പമില്ല, ഞാൻ അങ്ങനെ നിങ്ങൾ പറഞ്ഞതിൽ സഹിച്ചു എന്നും. അത് കേട്ടത് മൂങ്ങ, എടാ പ്രകാശ നീ എന്തിനാടാ ഇങ്ങനെ ഇങ്ങനെ തല്ലുപിടിക്കുന്നേ, പിന്നെ ഞാൻ എന്താ അമ്മ പറയേണ്ടത്, അവൻ പറയുന്ന വാക്ക് കേട്ടോ, വാ കാദംബരി നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് കാദംബരിയെ കൊണ്ട് രതീഷ് പോയി. ഈ സമയം മൂങ്ങ അവനോട് ഉടക്കിയില്ലായിരുന്നെങ്കിൽ അവൻ്റെ ബൈക്കിൽ കയറിയ ബസ് സ്റ്റോപ്പിലൊക്കെ എങ്കിലും ഒന്ന് ഇറങ്ങിത്തരാമെന്ന് പറയായിരുന്നു, ഇതിപ്പോൾ നടന്നു പോവേണ്ട അവസ്ഥയാണല്ലോടാ പ്രകാശ, ബസ് കാശ് പോലും കയ്യിലില്ല. അമ്മ പ്രകാശനോടൊപ്പം അല്ലേ വരുന്നേ, അമ്മ ധൈര്യമായിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ മൂങ്ങയും കൂട്ടി അങ്ങോട്ട് പോവുക. ഈ സമയം ശരണ്യയുടെ വീട്ടിലാണ് കാണിക്കുന്നത്. എല്ലാവരും അവിടെ എത്തി. വീട്ടിൽ കാറിൽ നിന്ന് ഇറങ്ങിയതും വിക്രം ശരണ്യയുടെ വീട്ടിലേക്ക് ഇങ്ങനെ അതിശയിച്ച് നോക്കുക. ഓ എന്തൊരു രസം, ഇത്രയും നാളും ആ വീട്ടിൽ കഴിഞ്ഞിട്ട് ഒരു ശ്വാസം മുട്ടലായിരുന്നു, ഇനിയിപ്പോൾ ആർഭാടത്തോടെ ഈ വീട്ടിൽ കഴിയാം. അപ്പോൾ കൂട്ടുകാർ സാധാരണ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് ഇങ്ങനെ പോകേണ്ടത് എന്നൊക്കെ പറയാണ്. എന്ത് ചെയ്യാൻ, ചെറുക്കൻ്റെ വീട്ടിലേക്കാണ് ഇങ്ങനെയൊക്കെ പോകേണ്ടത്. അപ്പോൾ ശരണ്യ എന്ത് ചെയ്യാനാടാ, ചെറുക്കൻ്റെ വീടും പരിസരവും ശരിയല്ലല്ലോ, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്, ഞാനാണായിട്ടും പെണ്ണായിട്ടും എൻ്റെ അമ്മയ്ക്ക് ഒരാളല്ലേ ഉള്ളൂ, അപ്പോൾ ഇവിടെ നിന്നാലും അവിടെ നിന്നാലും ഒന്നും കണക്ക് തന്നെയാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. മക്കൾ നിൽക്ക്, അമ്മ നിലവിളക്ക് എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അകത്തേക്ക് പോയി. അമ്മ അകത്തേക്ക് പോയതും എടി പെണ്ണേ, നീയേ സത്യത്തിൽ വിക്രത്തിൻ്റെ വീട്ടിലാണ് നിലവിളക്കും പിടിച്ചുകൊണ്ട് കയറേണ്ടത്, അല്ലാതെ നിൻ്റെ വീട്ടിലല്ല. എടാ അതല്ലേ പറഞ്ഞത്, സാരമില്ലെന്ന്, എന്തായാലും ഇവിടെ ആയാലും അവിടെ ആയാലും ഞാൻ ചടങ്ങ് മുടക്കുന്നില്ല, നിലവിളക്കും പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ കയറിക്കോളാം എന്നൊക്കെ പറയാം. അത് കേട്ടതും വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. അപ്പോൾ ഭയങ്കര സന്തോഷമായി വിക്രത്തിന്, എന്ന് പറഞ്ഞാൽ ഒരു ഒടുക്കത്തെ സന്തോഷം, ഒന്നൊന്നര സന്തോഷം. ഈ സന്തോഷം ഇതുവരെ വിക്രത്തിന് ഉണ്ടായിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ ദേവകി അമ്മ നിലവിളക്കും കൊണ്ടുവരിക. നമ്മളെ പിടിച്ചോ. അപ്പം നിലവിളക്ക് മേടിച്ചിട്ട് ശരണ്യ രണ്ടും കൽപ്പിച്ച് വലതുകാല് വെച്ച് അകത്തേക്ക് കയറി. അതെ, ആ കാല് ഇടതുകാലായിട്ട് വിക്രത്തിൻ്റെ നെഞ്ചത്ത് തൊഴിക്കാൻ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണുക പ്രേക്ഷകർ. നമ്മുടെ ശരണ്യയുടെ വീട്ടിലാണ് ഇനി വിക്രത്തിന് അന്ത്യകൂദാശ എന്ന് തന്നെ പറയാം. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ്. ആ ഫോട്ടോയൊക്കെ കണ്ട് കല്യാണി ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക. അപ്പോഴേക്കും കിരൺ അങ്ങോട്ട് വരികയാണ്. എന്താ കല്യാണി നോക്കിയിരിക്കുന്നേ? അത് കേട്ടത് ദേ നോക്ക് കിരണേട്ടാ, അവൻ്റെ കല്യാണ ഫോട്ടോയാ വിക്രത്തിൻ്റെ. എന്നാലും അവനെങ്ങനെയാ ഈ പെണ്ണ് വളച്ചതെന്നാ എനിക്കൊരു പിടിയും കിട്ടാത്തത്. ഈ പെണ്ണിൻ്റെ അമ്മയുടെ മാല മോഷ്ടിച്ചവനല്ല അവൻ, എന്നിട്ടും അവൾ ഒരു കൂസലും ഇല്ലാതെ അവനെ പോയി കല്യാണം കഴിക്കാൻ തയ്യാറായിരിക്കുന്നു. എനിക്ക് പോലും അറപ്പും വെറുപ്പും തോന്നുക എന്നൊക്കെ പറയുവാണ്. അത് കേട്ടതും എന്ത് ചെയ്യാനാ കിരണേട്ടാ, ഇവനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ മകനെ രാജകുമാരനായിട്ട് കാണുന്ന അച്ഛനും അമ്മമ്മയും ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് പൊങ്ങിയിട്ടുണ്ടാവും. മകന് നല്ല ജീവിതം കിട്ടി, അവൻ ഇനി രാജാവായിട്ട് ജീവിക്കും എന്നും പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുമായിരിക്കും. അല്ലെങ്കിൽ തന്നെ അതാണല്ലോ ആദ്യം മുതലേ എൻ്റെ സോണിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവായവൻ. എനിക്ക് അവനോട് ഒരിക്കലും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റില്ല കല്യാണി. അത് കേട്ടതും ഏട്ടാ എനിക്കും അങ്ങനെ തന്നെയാണ്, സത്യത്തിൽ അവൻ എൻ്റെ ആങ്ങളെയാ, എന്നാലും അവനോട് എനിക്ക് അറപ്പും വെറുപ്പും ഉള്ളത്. കാരണം സോണിയുടെ ജീവിതം അവൻ എന്ന് നശിപ്പിച്ചോ അന്ന് മുതൽ എനിക്ക് അവൻ എൻ്റെ ആംഗ്ലയല്ല. കിരണേട്ടനുള്ളതിനേക്കാൾ ദേഷ്യം കൂടുതലാണ് എനിക്ക് അവനോട് എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഈ പെൺകുട്ടിയെ കാണുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ പെൺകുട്ടി അവൻ്റെ വലയിൽ വീണത്? അത് മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുള്ളൂ, അതുപോലെ തന്നെ അവൻ്റെ കല്യാണം, രണ്ടുപേരും ഡിവോഴ്സ് ചെയ്ത് നിൽക്കുക. എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. സ്വന്തം അമ്മയുടെ മാല മോഷ്ടിച്ച പെരുങ്കളനെ പോലീസ് കേസിൽ നിന്നും ഒഴിവാക്കുക, അവനെ രക്ഷിക്കുക, അവനെ ജയിലിലേക്ക് വിടാതെ മൊഴി മാറ്റി പറയുക, അതിനുശേഷം അവനെ കല്യാണം കഴിക്കുക. എന്തൊക്കെയോ ദുരൂഹതയുണ്ടല്ലോ കല്യാണി എന്നും കിരൺ. അതേ കിരണേട്ടാ, അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്തത്. എന്തൊക്കെയോ ദുരൂഹതകൾ നിറയുന്നുണ്ട്. ഈ പെൺകുട്ടി എന്തിനാ അവനെ കല്യാണം കഴിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും ചിന്തിക്കുന്ന മനസ്സിൽ നിന്ന് പോകുന്നില്ല. അത് പിന്നെ എന്തെങ്കിലും ഉണ്ടാവും. ഒരു കാര്യമില്ലാണ്ട് ഈ പെണ്ണ് അവനെ കെട്ടില്ലല്ലോ കല്യാണി.
സ്വന്തം അമ്മയുടെ മാല മോഷ്ടിച്ചവനെ എന്തെങ്കിലും പറഞ്ഞ് ചതിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ പെൺകുട്ടിയുടെ മോന്ത കണ്ട ചതിക്കുന്ന പോലെയൊന്നും തോന്നുന്നുമില്ല. ചേടാ, എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കുക. ആ സമയം കിരൺ നന്നായിട്ട് ശരണ്യെ നോക്കി, കല്യാണി, എനിക്കൊരു സംശയം. എന്താ കിരണേട്ടാ? ഈ പെൺകുട്ടിക്ക് എന്തോ രോഗമുണ്ട്, മാറാ രോഗം. അതുകൊണ്ടായിരിക്കും ഈ പെൺകുട്ടി അവനെ കല്യാണം കഴിച്ചത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ പെൺകൊച്ച് കല്യാണം കഴിക്കാൻ തയ്യാറായതും ഒരു മാറാരോഗിയായിരിക്കും അവൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കിരണേട്ടാ, അവനും ഒരു മാറാരോഗി തന്നെയാണ്. കാരണം പെരുങ്കളനായ അവൻ, പെൺകുട്ടികളെ ചതിക്കുന്നവൻ, അവൻ അങ്ങനെ ഒരു മാറാരോഗിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ് എന്ന് ഞാനും പറയൂ എന്നൊക്കെ പറഞ്ഞ് കല്യാണം ഇങ്ങനെ കലിപ്പിൽ നിൽക്കുക. ഷെടാ, എന്നാലും അവനിതെങ്ങനെ സാധിച്ചു? ഒരു ഉളുപ്പും ഇല്ലാണ്ട് നിൽക്കുന്ന കണ്ടില്ലേ? അച്ഛനും അമ്മമ്മയും അവനും ഒക്കെ കണക്കാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ആകെ ദേഷ്യപ്പെട്ടിരിക്കുക. ഈ സമയം കിരണും ആലോചിക്കുകയാണ്, അതെ, എന്തോ കുഴപ്പമില്ലാണ്ട് ഇങ്ങനൊരു കല്യാണം നടക്കില്ലല്ലോ, എന്തായാലും അതെന്താണെന്ന് അറിയണം, കണ്ടുപിടിച്ചേ മതിയാവൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് കിരണിൻ്റെ നിപ്പ്. ഈ സമയം CS-ഉം രൂപയും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ഇതുപോലൊരു യാത്ര നമ്മൾ എത്ര വർഷം മുമ്പാണ് ഉണ്ടായതല്ലേ രൂപേ? ഒരു 10-20 വർഷം മുമ്പാണ് നമ്മൾ ഇതുപോലെ ഒരുമിച്ച് പോയത്. അതേ ചന്ദ്രേട്ടാ, ആ യാത്രകളൊന്നും ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. അന്ന് എന്ത് രസമായിരുന്നു നമ്മൾ 4 പേരും കൂടെ പോകുന്നതൊക്കെ. അത് കേട്ടതും അതെനിക്കറിയാം. എന്തായാലും ആ ദിവസങ്ങളൊന്നും തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ ഒരു വിശ്വാസം മനസ്സിലുണ്ടായിരുന്നു, തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസം. അതുകൊണ്ടാണ് ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമായി രൂപേ, താൻ എന്നെ മനസ്സിലാക്കി തിരിച്ചു വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം കാറ് നിർത്തി അവർ കാറിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം കുറച്ചങ്ങ് മാറി നിന്നിട്ട് സംസാരിക്കുക. എന്തായാലും മുരുകക്ഷേത്രത്തിലേക്ക് പോകുമല്ലേ നമ്മൾ. അന്ന് നമ്മൾ പോകുമ്പോൾ ഈ റോഡ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ചുവന്ന മണ്ണും കുണ്ടും കുഴികൾ നിറഞ്ഞ റോഡും. അതുകൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പോലും പറ്റില്ലായിരുന്നു. ചന്ദ്രേട്ടൻ അന്ന് അതിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് മാത്രമായിരുന്നു ഇഷ്ടം, തനിക്ക് ഇഷ്ടമല്ലായിരുന്നോ എന്നും ചോദിക്കുകയാണ് CS. അത് കേട്ടതും എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എടോ, ഇപ്പോഴത്തെ നമ്മുടെ ഈ പ്രണയം അത് പോരടോ, ഇത്തിരിയും കൂടെ കൂട്ടണം. അയ്യേ, ഈ ചന്ദ്രേട്ടൻ്റെ ഒരു കാര്യം, നമ്മുടെ മക്കളൊക്കെ വലുതായി. അങ്ങനെയുള്ളപ്പോൾ ഇനിയും പ്രണയിച്ചുകൊണ്ട് നടക്കാനാണോ ചന്ദ്രേട്ടൻ്റെ ഉദ്ദേശം? എടോ, പ്രണയിച്ച് നടക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ സ്നേഹം ഇത്തിരിയും കൂടെ കൂട്ടണമെന്നാ. ഒന്ന് പോ ചന്ദ്രേട്ടാ. ഈ ചന്ദ്രേട്ടൻ അത് കേട്ടതും തനിക്കറിയോ, പാറും ബൈജുവും കല്യാണിയും കിരണും പിന്നെ നമ്മുടെ സോണിയൊക്കെ എന്നെ എപ്പോഴും കളിയാക്കാറുണ്ട്. പിന്നെ ഒരുത്തനുണ്ടല്ലോ, അവൻ്റെ സ്വത്തുക്കൾ മുഴുവനും അമ്മയ്ക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുക. നമ്മൾ രണ്ടുപേരും വയസ്സാം കാലത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ചന്ദ്രേട്ടാ ഞാൻ പറഞ്ഞത്. ഇപ്പോഴവർ സത്യമൊന്നും അറിയണ്ടെന്ന് കിരൺ എടുത്തു ചാടും. അതുകൊണ്ടാണ് കിരണ് എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ പിന്നെ എൻ്റെ ആങ്ങളയുടെ മുഖമൊന്നും ഓർക്കില്ല. ഓടി വന്ന് എൻ്റെ അടുത്തേക്ക് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് പിന്നെ ആര് കണ്ടാലും കുഴപ്പമില്ലെന്നും പറഞ്ഞ് നടക്കും. അതാ എനിക്ക് പേടി. മക്കളൊക്കെ ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആങ്ങളെന്ന് പറയുന്ന കാലനറിയും. അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം അവൻ്റെ ആവില്ലട്ടാ. ഒരിക്കലും അവനിതറിയാൻ പാടില്ല. നമ്മൾ നമ്മുടെ ജീവിതം രഹസ്യമായിട്ട് വെക്കണം. അതിനുശേഷം അവൻ അറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. അവൻ്റെ നാശം തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ ജീവിതം തകർത്തല്ലോ അവൻ. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെയാണ് അവൻ ഇങ്ങനൊരു കാര്യം ചെയ്തത്. അതുകൊണ്ട് എനിക്കതൊരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല ചന്ദ്രേട്ടാ. നമ്മുടെ സന്തോഷകരമായ എത്രയോ ദിവസങ്ങളാണ് അവൻ ഇല്ലാതാക്കിയത്. നമ്മുടെ എത്ര വർഷങ്ങളാണ് അവൻ കാരണം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഒരിക്കലും അവനോട് ക്ഷമിക്കരുത് ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപാകെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. താൻ വിഷമിക്കണ്ടടോ, എന്തായാലും നമ്മളിപ്പോൾ ഒന്നിച്ചല്ലോ. ഇനിയും നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിക്കും, ഒരുപാട് സ്ഥലങ്ങളിൽ പോകും. നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കും. ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CS ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്ന അമ്പലേ മുരുകൻ്റെ അമ്പലം. അവിടുത്തെ മുരുകൻ സ്വാമി നല്ല ശക്തിയുള്ള സ്വാമിയാണ്. ആ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ നമുക്കെല്ലാം നടക്കും. എന്തായാലും തൻ്റെ ആങ്ങളയുടെ മകളും ഭാര്യയും ഒന്നും ഇനി നമ്മൾക്കെതിരെ ശത്രുതയൊന്നും കാട്ടാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ വേറെ വഴിയൊന്നുമില്ലടോ. ഇനി ദൈവങ്ങളും നമ്മളോടൊപ്പം ഉണ്ടാവണം. അതാണ് എൻ്റെ ആഗ്രഹം. അതേ ചന്ദ്രേട്ടാ, ഇനി ദൈവങ്ങളെ കൂട്ടുപിടിച്ചിട്ടേ മറ്റു കാര്യമുള്ളൂ. കാരണം ദൈവങ്ങൾ അവരുടെ തുണ നമുക്ക് എപ്പോഴും വേണം.
എന്നാൽ മാത്രമല്ലേ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ. അതേടോ, അതിനു വേണ്ടിയല്ലേ ഈ അമ്പലത്തിലേക്കുള്ള പോക്ക്. എന്തായാലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. പക്ഷെ എൻ്റെ പേടി അവിടെ വെച്ച് എൻ്റെ ആങ്ങളെന്ന് പറയുന്ന അവൻ്റെ ഭാര്യയും മകളൊക്കെ ഉണ്ടാവുമെന്ന് ചന്ദ്രേട്ട. ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും താൻ ധൈര്യമായിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് രൂപയും കൊണ്ട് അമ്പലത്തിലേക്ക് പോകാനായിട്ട് വീണ്ടും കാറിലേക്ക് കയറാൻ പോവുകയാണ് CS. ഈ സമയം സുബ്രഹ്മണ്യ സ്വാമിയാണ് കാണിക്കുന്നത്. സ്വാമിയെ എടുത്തു കാണിക്കുക. അതെ, എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന സ്വാമി വിക്രത്തെയും രാഹുലിനെയും പിന്നെ പ്രകാശനെയും സരയുനെയും ഒക്കെ ഉറപ്പായിട്ടും ശിക്ഷിക്കും. അവർ ചെയ്ത പാപങ്ങൾക്ക് എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും. എല്ലാവരും പാപം ചെയ്തവരൊക്കെ ഇനി ദുഃഖത്തിലേക്ക് പോവുകയാണ്. പാപം ചെയ്തിട്ട് മുരുകൻ്റെ മുൻപിൽ പോയി നിന്ന് കാവടിയെടുത്ത് തുള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന രാഹുലിനും സരയുനും മനോഹറിനും ഒന്നും ഇനി ഒരിക്കലും മാപ്പ് കിട്ടില്ല. വിക്രത്തിൻ്റെ ജീവിതം എങ്ങനെയാകുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.